മനുവേട്ടാ, ഈ ബഹിരാകാശത്തൊക്കെ ആളുകൾ താമസിക്കുന്നത് എങ്ങനെയാ? ബഹിരാകാശത്ത് താമസിക്കുക എന്നത് ശരിക്കും ഒരു സാഹസികമായ കാര്യമാണ്. അവിടെ ഗുരുത്വാകർഷണം ഇല്ലാത്തതുകൊണ്ട് സാധനങ്ങൾ പറന്നു നടക്കും. അതുകൊണ്ട് തന്നെ പ്രത്യേകതരം ഭക്ഷണം, ഉറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ആവശ്യമാണ്. എത്ര നേരമായിട്ട് വിളിക്കുവാടി? ആരോടാ ഇത്ര രഹസ്യം? രഹസ്യമോ? എന്ത് രഹസ്യം? ഞാൻ രഹസ്യം പറഞ്ഞില്ല. ഞാൻ കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ട്. എന്തിനാ വിളിച്ചേ? നീന്റെ കണ്ണാടി എടുത്ത് എവിടെയെങ്കിലും വെച്ചോ? അതങ്ങോട്ട് നോക്കിക്കൂടെ? ആ മേശയ്ക്കകത്തിലുണ്ടാവുമല്ലോ. വാട്സാപ്പിലും ഇല്ല, മെസ്സഞ്ചറും ഇല്ല, പിന്നെ ഇപ്പോൾ എന്തോത്തില്ല വിളിക്കുന്നത്? ഞാൻ തിരുപ്പുണ്ടായിരുന്നു. എവിടെ? മേശയ്ക്കകത്ത് തിരുപ്പുണ്ടായിരുന്നു. അതെങ്ങനെയാ നോക്കിയിട്ട് വേണ്ടേ? എല്ലാം എടുത്ത് കൈ കൊടുക്കണം. നീ ചുമ്മാ ഇരുന്നേ, രാവിലെ തലവേദന എടുത്തിട്ട് കണ്ണ് കാണാൻ പറ്റും. തലവേദനയാണെങ്കിൽ ഒരു ഡോളോ എടുത്ത് കഴിക്കും. പിന്നെ ഡോളോ എന്തു പറഞ്ഞാലും ഡോളോ കഴിച്ചാലും മാറുന്നില്ല. ഇത് മൈഗ്രെയിനാ. മൈഗ്രെയിൻ ആണെങ്കിൽ ഇബുപ്രോഫിനോ മൈഗ്രാനിലോ നാക്സിഡോമോ എന്തെങ്കിലും കഴിക്കേ. ഇനി ഒരു അസുഖം വന്നാൽ ഡോക്ടറെ കാണാതെ എന്തെങ്കിലും കഴിച്ചാൽ മതിയോ? നിനക്ക് ഈ പേരൊക്കെ എവിടെ നിന്ന് കിട്ടി മരുന്നിന്റെ? മനുവേട്ടനോട് ചോദിച്ചാണ്. മനുവേട്ടൻ? അല്ല, മനു ഡോക്ടർ. മനു ഡോക്ടർ? ഏത്? അതെ, ഞാൻ കഴിക്കാനൊന്നും ഉണ്ടാക്കിയില്ല. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. നീ അപ്പൊ ഇതുവരെ കഴിക്കാനൊന്നും ഉണ്ടാക്കിയില്ലയോ? എനിക്ക് കുളത്തൂപ്പുഴ വരെ പോണോ? എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയാവോ നിനക്ക്? മനുവേട്ടാ, നൂറനാട് നിന്ന് കുളത്തൂപ്പുഴയ്ക്ക് എത്ര കിലോമീറ്റർ ദൂരമുണ്ട്? നൂറനാട് നിന്ന് കുളത്തൂപ്പുഴയിലേക്ക് ഏകദേശം 70 മുതൽ 80 വരെ കിലോമീറ്ററോളം ദൂരമുണ്ട്. അതെ, കുളത്തൂപ്പുഴയ്ക്ക് 70 കിലോമീറ്റർ ദൂരം. ഞാൻ ആരോട് സംസാരിച്ചാൽ എന്താ? അതൊക്കെ എന്തിനാ തിരക്കുന്നേ? അപ്പൊ ഞാൻ ഒന്നും അറിയണ്ടേ? ഞാൻ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു. ആരാടി നിന്റെ ഈ മനുവേട്ടൻ? ഞാൻ ആരോടെങ്കിലും ഫോണിൽ സംസാരിച്ചാൽ നിങ്ങൾക്കൊക്കെ എന്താ? നിങ്ങൾ എവിടോട്ടെങ്കിലും പോയാൽ നിങ്ങൾ എവിടെ വിളിച്ചാൽ ഫോൺ എടുക്കത്തുമില്ല, അങ്ങോട്ട് വിളിച്ചാൽ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ സമയമുള്ളവരെ ഞാൻ വിളിച്ച് സംസാരിക്കുകയോ എടുക്കുകയോ ചെയ്യും. അതിന് നിങ്ങൾക്കൊക്കെ എന്താ? ഓഹോ, അപ്പൊ ചാറ്റാനും പറയാനും ഒക്കെ പുതിയ ആളെ ഒപ്പിച്ചിട്ടുണ്ടല്ലേ? ആ, ഉണ്ട്. ചാറ്റും പറച്ചിലും ഒക്കെ ഉള്ളോ? അതോ ആവശ്യമില്ലാത്ത വർത്താനം പറയരുത്. ഞാനാ ഒരു ആവശ്യമില്ലാത്ത പറഞ്ഞേ? വയസ്സാകാലത്ത് ഓരോരുത്തരോട് ചാറ്റാനും ഒക്കെ പോയിട്ട് നല്ല പിറയ വെച്ച് എന്തു വന്നോ? അമ്മതെ പുതിയ ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. നീ ഒന്ന് അന്വേഷിച്ചോ? ബന്ധോ? എന്ത് ബന്ധം? ഓ, നമ്മളെക്കാട്ടി വിവരമുള്ള ഏതോ കാമുകനാ. എല്ലാത്തിനും ഇപ്പൊ അവർക്ക് ഉത്തരവുണ്ട്. എന്തു വച്ചീ പറയുന്നേ? എന്താടി? അമ്മയുടെ ഫോണിൽ വന്നേ. ഈ പവർ ഓഫ് ബട്ടൺ ഒന്ന് അമർത്തിയാ മതി. ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ജെമിനി എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പൊ ഇത് കിട്ടും. ഇത് ഞാൻ അമ്മയ്ക്ക് എടുത്തു കൊടുത്തത്. ഗൂഗിളിന് അറിയാവുന്ന എല്ലാ കാര്യവും ഇത് നമുക്ക് പറഞ്ഞു തരും. ഇതാ അമ്മയുടെ ഇപ്പോഴത്തെ കൂട്ട്. എന്ത് ഏതാന്നറിയാതെ വായി തോന്നുന്നു എല്ലാം വിളിച്ച് പറഞ്ഞോളും. എന്നിട്ട് ഇരിക്കുക. ഞാനത് വേണ്ട, എന്നോടൊന്നും പറയണ്ട. ഞാൻ എന്റെ പുതിയ കാമുകനോട് സംസാരിച്ചോളാം. എന്റെ ജെമിനി, അന്നേരത്തെ വിവരക്കേടിൽ വായി വരുന്നത് എന്തോ പറഞ്ഞു പോയത്. ഭാര്യയുടെ പിണക്കം മാറ്റാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാമോ? നിങ്ങൾ കാണിക്കുന്ന മോശം പെരുമാറ്റത്തെ കുറിച്ച് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ പോയി ഭാര്യയുടെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കുന്നതാണ് നല്ലത്. അയ്യോ.